ഹലോ 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 ഹലോ. ആ നേരത്തെ ഞാൻ 2 ഹലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ ആരാണെന്ന്? അപ്പോ ചേച്ചിയാണാ ഡോക്ടറുടെ ഭാര്യ? അപ്പൊ നേരത്തെ സംസാരിച്ച ഭാര്യ ആരെയാ? താൻ ആരാണെന്ന് പറയടോ. ഞാൻ ഡോക്ടറുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരനോ? ആ. ഞാൻ അറിയാത്ത ഏത് കൂട്ടുകാരൻ? തനിക്ക് പേരില്ലേ? പേരുണ്ട്, തൈന്നാണ്. താൻ ഫോൺ നന്ദേട്ടന് കൊടുക്കടോ. നന്ദേട്ടൻ അല്ല, ഡോക്ടർ കുളിക്കാണ്. എങ്കിൽ നീരാട്ട് കഴിയുമ്പോ തിരിച്ചൊന്ന് വിളിക്കാൻ പറ. ഈ തറവാടത്തോന്ന് പറഞ്ഞാലേ കാശ് കൊടുത്ത കിട്ടുന്ന സാധനമൊന്നുമല്ല. അതൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ കിട്ടണം. അതെങ്ങനെയാ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നിട്ടും എന്റെ നേർക്ക ചാട്ടം. നിന്റെ കെട്ടിയും കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിണങ്ങിപ്പോന്ന വിവരം എപ്പോഴേ ഓട്ടോ ഡ്രൈവറുടെ ചെവിയിൽ മാത്രമല്ല, നാട്ടിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. ചെന്ന് എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിന്നു കൊടുക്ക്. എന്നെ ധിക്കരിച്ച് പോകാനൊരുങ്ങിയവളല്ലേ നീ? ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മളെ ഉപദേശിക്കാൻ വന്നു. നാളെ പാൽക്കാരൻ, പച്ചക്കറിക്കാരൻ, തൂപ്പുകാരി, എന്തിന് പിച്ചക്കാരുടെ ചെവി വരെ എത്തിയിട്ടുണ്ടാവും. നന്ദഗോപനും ഭാര്യയും തമ്മിലുള്ള പിണക്കം. ആ തള്ളടല്ലേ മോൻ? കൾച്ചറില്ലാത്ത ഫാമിലി. ഈ ഉടുപ്പൊന്ന് ഇടിച്ചു തരുവോ? നമുക്ക് അച്ഛന്റെ അടുത്ത് പോവാ. ഓടി അപ്പുറത്ത്. ഒരച്ഛന്റെ മോള് വന്നിരിക്കുന്നു. ഫോട്ടോയിലൊക്കെ എന്താ ചിരി, ഫോൺ എടുക്കുമ്പോ ഭയങ്കര ചൂടും. എന്തിട്ടാ ഇങ്ങനെ? വിളിച്ചിട്ട് അവൾ എന്ത് പറഞ്ഞു? അത് സാറിന്റെ നീരാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. കുറച്ച് മുൻചുണ്ടിക്കാരിയ അതാ തോന്നി. അവനായിരിക്കും. ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ ഗീതേ, ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. അപ്പോഴാ നീ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നാറ്റിച്ചപ്പോ സമാധാനമായി അല്ലേ? എല്ലാം മറന്ന് വരാനൊരുങ്ങിയതായിരുന്നു ഞാൻ. എന്ത് പറ്റി? എന്തൊക്കെയാ നീ പറയുന്നത്? ഇനി പറ്റാൻ എന്തിരിക്കുന്നു? മനുഷ്യനായ ഇത്രയ്ക്ക് ചീപ്പാവരുത്. നീ കാര്യം തെളിച്ചു പറ. എല്ലാം നമ്മൾ പറഞ്ഞു ഫൈനലൈസ് ചെയ്തല്ലേ. ഇതിനിടയ്ക്ക് എന്തുണ്ടായി? നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അല്ലാതെ കണ്ട ഓട്ടോ ഡ്രൈവർമാരോടും കൺട്രീസിനോടും ഒക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെയൊക്കെ ഉപദേശം ഞാൻ കേൾക്കണോ? ഗീതേ, ഡോണ്ട് ഷൗട്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യത്തിൽ എന്താ ഉണ്ടായത്? ആരായാള്? നേരത്തെ ഫോൺ എടുത്തൊരു ഫ്രണ്ട്. അയ്യോ, അത് ഫ്രണ്ട് ഒന്നുമല്ല, വളരെ യാദർച്ഛികമായി കണ്ടുമുട്ടിയ ഒരാളാ. ഓ, അത് ശരി. ഫ്രണ്ട് പോലും അല്ലാത്ത ഒരാളോടാ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ വിളമ്പിയത് അല്ലേ? അമ്മ പറഞ്ഞതുപോലെ ഇനി അവിടെ വന്ന് കോമാളി വേഷം കിട്ടാൻ ഈ ഗീതയെ നോക്കണ്ട. അങ്ങോട്ട് വരണോന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി, എന്നാലേ അവൻ പഠിക്കൂ. ഹലോ ഗീതേ, ഹലോ. നിന്റെ പേരെന്താ പറഞ്ഞത്? മത്തായി. എന്താ നീ എന്റെ ഭാര്യയോട് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തുറ്റി സാറേ? തന്നോട് ഫോൺ എടുത്ത് ഞാൻ കുളിക്കാന്ന് പറയാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ തന്നോടാരാ പറഞ്ഞത്? ഉപദേശിക്കാൻ താനാരാണോ? അയ്യോ, സോറി കേട്ടോ സാറേ. അത് ഞാനേ ഈ ഫോൺ വന്നപ്പോഴേക്കും ഞാനിവിടുന്ന് ചെറിയൊരു ഹലോ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഹലോ പറഞ്ഞു. ആ ഹലോ ഇത്രയും വലിയ കുഴപ്പമായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലേ സാറേ. സാറും സാറിൻ്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പിണക്കത്തിലാണല്ലോ. അതൊന്ന് രമ്യതയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വെക്കാൻ നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ പതുക്കെ, നിങ്ങള് തമ്മില് പിണക്കത്തിലാണല്ലേ അത്ര ചോദിച്ചുള്ളൂ. അത്ര മതിയല്ലോ, നശിപ്പിച്ചില്ലേ? തന്നോടാരാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത്? ഞാൻ എല്ലാം ഒരുവിധം പറഞ്ഞൊന്ന് സോൾവ് ആയി വന്നതായിരുന്നു. അയ്യോ, സോൾവ് ആക്കി വരണ വിവരം എനിക്ക് അറിയില്ലായിരുന്നു സാറേ. താൻ എല്ലാം കുളവാക്കി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ മാതിരി യൂസ്ലെസ്സുകളെ തലയിൽ കയറ്റി വെക്കുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരാ ഫൂൾസ്. കൾച്ചർ, സ്റ്റാറ്റസ്, ഒലക്കട മൂട്, നല്ല ചുട്ട പിട കിട്ടാത്തതിന്റെ കുഴപ്പമായി ഇവർക്കൊക്കെ. എന്നെ അമ്മയും മോളും കൂടെ സൊസൈറ്റി സ്റ്റാറ്റസ് പഠിപ്പിക്കുന്നത്. സാറേ, ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ്. വലിഞ്ഞു കയറി വന്ന് സ്വസ്ഥത നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്.
താനൊന്ന് പോവാൻ നോക്കണോ? സാറേ ഞാനെന്നാ ചേച്ചിനെ വിളിച്ചിട്ട് സോറി പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല സാറേ. താൻ പോടോ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസാ. ഇതിലൊന്നും താൻ ഇടപെടണ്ട. ഇതൊന്നും ഒരു കാലത്തും അവസാനിക്കില്ല. ഏയ് അങ്ങനെ പറയല്ലേ സാറേ, ഒക്കെ അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കണ കർത്താവ് തമ്പുരാനെന്നല്ലേ പറയണേ. അപ്പോൾ അത് തീർക്കാനുള്ള വഴിയും അങ്ങോട്ട് തന്നെ കാണിച്ചു തരും. സാറേ സാറിനെ കണ്ടെടുത്തോളം സാറൊരു ലോല ഹൃദയനാണ്. മറ്റുള്ളവർ വിഷമിക്കണ കാണുമ്പോൾ സാറിനും വിഷം വരൂല്ലേ? ആ അതാണ്, അത് നല്ല മനസ്സിൻ്റെയാണ്. എനിക്കും വിഷം വരും സാറേ. സാറേ സാറേ എന്തൊരു ശരിക്കും ഇപ്പം സാറിൻ്റെ പ്രശ്നം? ഹായ് ടീന. നല്ല പാർട്ടിയാ. താനിത് എവിടെ പോയി കിടക്കുക? നിങ്ങൾ എത്തിയോ? ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ട്രാഫിക് ജാമിലായി പോയി. See you soon. ഇറങ്ങുവാ നേരത്തോ അവളുടെ ഒരു ഒപ്പീടലും. എനിക്ക് എപ്പോഴല്ല വന്നത്. ചീ പൊടി. നന്ദേട്ടാ ഒന്ന് വേഗം പോ. ഈ ടീനയുടെ ഹസ്ബൻഡ് എന്താ പരിപാടി? ഗോൾഡ് ബിസിനസ്സാ. തോന്നി. അയാൾക്ക് വല്ല ബ്ലാക്ക് മണിയും വന്ന് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വല്ലവന്റെയും വെഡിങ് ആനിവേഴ്സറി ആരെങ്കിലും സ്പോൺസർ ചെയ്യും. നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നു. നന്ദേട്ടാ വണ്ടി വിട്. ഹലോ Hello, doctor. If you are driving, please stop the vehicle, doctor. 1 minute. ഡോക്ടറിന്റെ ഫംഗ്ഷന്റെ കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. പ്ലീസ്. കാര്യം പറയൂ ജോൺ. വാട്ട് ഹാപ്പൻ? MLA പാലപ്പെട്ടിക്ക് ഹാർട്ട് അറ്റാക്ക്. ഇപ്പോൾ ICUയിൽ ഒബ്സർവേഷനിലാണ്. ഡോക്ടർ ഉടനെ വന്നേ പറ്റൂ, പ്ലീസ്. മറ്റാരുമില്ലേ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ? അതാണ് പ്രശ്നം. കാർഡിയോളജിസ്റ്റ് തന്നെ വരണമെന്നാണ് അവർ പറയുന്നത്. പൊളിറ്റീഷ്യൻ അല്ലേ? വിവരം അറിഞ്ഞ് മീഡിയാസും എത്തിയിട്ടുണ്ട് ഡോക്ടർ. ജോണേ, ഞാനിപ്പോൾ എങ്ങനെയാടും? ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ശരിയാ. എന്തായാലും ഡോക്ടർ വന്നേ പറ്റും. ചിലപ്പോൾ എൻ്റെ കോൾ കഴിഞ്ഞാൽ അടുത്ത വരുന്നത് MDയുടെ കോളായിരിക്കും.